ഹലോ, ഇത് കുക്കിംഗ് സീരീസ് പാർട്ട് 3. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്ക്രേപ്ഡ് ബീഫ് ഹോം മെയ്ഡ് ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊറോട്ട കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചീസാണ്. അപ്പം ഇത് നമ്മുടെ പക്കിൻ്റെ സംഭവമാണ്. പിന്നെ ഇത് നമ്മുടെ കെച്ചപ്പാണ്, ടൊമാറ്റോ കെച്ചപ്പ്. അങ്ങനെ ഒരു സ്ക്രേപ്ഡ് ആയിട്ടുള്ള ബീഫാണിത്. പിന്നെ പാക്കറ്റ് മയോണൈസ് ഇല്ലേ, അതാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ചീസാണ് ഞാൻ ആദ്യം തേച്ച് കൊടുത്തത്. മയോണൈസ് പിന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ ഞാൻ എൻ്റെ ചീസൊക്കെ നല്ലപോലെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ നിറച്ച് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ കുറച്ച് ചിക്കനാണ് ഇതിലോട്ട് സ്റ്റഫ് ചെയ്യുന്നത്. ചിക്കനാണ് നമ്മുടെ ബീഫാണ് നമ്മുടെ മെയിൻ സംഭവം ഇതിൽ. അപ്പം ഞാൻ ബീഫ് ഇതിലോട്ട് സ്റ്റഫ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എത്രത്തോളം നിറയ്ക്കാൻ പറ്റുന്നു അത്രത്തോളം നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലോട്ട് ഈ ഒരു മയോണൈസ്, പാക്കറ്റ് മയോണൈസ് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതാണെങ്കിൽ കുഞ്ഞായതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോ സ്പോട്ടിലായിട്ട്, ഓരോ സ്ഥലങ്ങളിലായിട്ട് ഒരു ഡ്രോപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മയോണൈസ് ഇട്ട് കൊടുത്തു. ശേഷം ഞാനിവിടെ മറ്റേ ടൊമാറ്റോ കെച്ചപ്പില്ലേ, അതാണ് ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നത്. അതും ഇങ്ങനെ ഡോട്ട് പോലെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിലും ഇതിൽ അപ്പം ഞാനിത് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ റോൾ ചെയ്ത്, ഇതാണ് സംഭവം. അങ്ങനെ അടുത്തതും അതുപോലെ തന്നെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 റോൾസ് എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എൻ്റെ ദൈവമേ, നല്ല അടിപൊളി ടേസ്റ്റ് ഗൈസ്, മസ്റ്റ് ട്രൈ. അടിപൊളി. ബൈ. പിന്നെ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. എൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ബൈ.